ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. തിരുനാവാക്കും പുത്തനത്താണിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം. ഒരുപാട് ചന്ദനമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇവിടം ചന്ദനക്കാവ് എന്നറിയപ്പെടുന്നതെന്നാണ് കരുതുന്നത്. ഏകദേശം 10 ഏക്കറോളം വരുന്ന സ്ഥലത്തായാണ് ഈ കാവുള്ളത്. മലബാറിലെ ഏറ്റവും പ്രധാന കാവുകളിലൊന്നായ ഇവിടം ഒരുപാട് വിശ്വാസങ്ങൾക്കും കഥകൾക്കും പേരുകേട്ടിരിക്കുന്നു. ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവിലമ്മയുള്ളത്. ഭഗവതി വാഴുന്ന അതേ പീഠത്തിലെ ശിവശക്തിയായ അവനീശനും വാഴുന്നു എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം വിവരിക്കുന്ന നാരായണീയം രചിച്ച മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയുടെ കുടുംബക്ഷേത്രമാണ് ചന്ദനക്കാവ് ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രം അക്കാലം മുതൽ തന്നെ പേരുകേട്ടതാണ്. ചന്ദനക്കാവിലമ്മ എന്ന പേരിൽ ഉപാസിക്കുന്ന ഇവിടുത്തെ ഭഗവതി മേൽപുത്തൂരിന്റെ ഉപാസനാമൂർത്തിയാണ്. പണ്ടുകാലത്ത് വേദാധ്യാപനത്തിന് പേരുകേട്ട ഇവിടെ വെച്ചാണ് മേൽപുത്തൂർ വേദാധ്യാപനം നടത്തിയതത്രേ. മാത്രമല്ല തന്റെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച വാതരോഗം ഭേദമാകുവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കുവാനായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിനു മുൻപ് അദ്ദേഹം താൻ ആരാധിച്ചിരുന്ന ദേവിയെ ഇവിടെ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഇനിടെ ചന്ദനക്കാവ് ഭഗവതി വരുന്നത്. അദ്ദേഹം നിത്യവും ദർശനം നടത്തിയിരുന്ന ക്ഷേത്രമായിരുന്നു ചന്ദനക്കാവ്.